ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇപ്പം നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ വായിക്കുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും അല്ലേ? എന്തായിരിക്കും ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്? അതെന്താണ്, ആ പുസ്തകം കൊണ്ട് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പ്രിയാമ്പിളും എന്താണ് സൂചിപ്പിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിലെ SCERT ടെക്സ്റ്റ് NCERT ടെക്സ്റ്റുകളിലൊക്കെ നമ്മൾ എടുത്താൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ICSE സിലബസിലും CBSE ടെസ്റ്റിലൊക്കെ ഉണ്ട്. ഫസ്റ്റ് പേജിൽ വന്നിട്ട് നമ്മുടെ പ്രിയാമ്പിൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന കൊണ്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ വാല്യൂ എന്താണ്, അതിൽ അടങ്ങിയിരിക്കുന്ന എസൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നിവയൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ എസൻസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണം പോലെ, അല്ലെങ്കിൽ ചെറിയൊരു പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രിയാമ്പിളിലുള്ള ഓരോ വേർഡ്സും അതിൻ്റേതായ ഇമ്പോർട്ടൻസിനോട് കൂടി തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, അതേപോലെ ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അമേരിക്കയിലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രിയാമ്പിൾ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ നിന്നാണ് ഈ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബോറോ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. N.A. പൽക്കിവാല, അദ്ദേഹം ഒരു എമിനന്റ് ജൂറിസ്റ്റ് ആണ്. അദ്ദേഹം വിളിച്ചത് എന്താണ് പ്രിയാമ്പിളിനെ? ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രിയാമ്പിളിനെ അദ്ദേഹം വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ്. അതായത് നമ്മുടെ ഭരണഘടന എന്താണ്, ഓക്കെ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിയൽ രേഖയാണ്, ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ 1976 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 3 പുതിയ വേർഡ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെയാണ് ആ വേർഡ്സ് എന്ന് ചോദിക്കാം. അത് ഏത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണെന്ന് ചോദിക്കാം. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരം 3 വേർഡ്സ് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻ്റഗ്രിറ്റി എന്നീ 3 വേർഡ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് നോക്കാം, ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ആരാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ, എങ്ങനെയുള്ള സ്റ്റേറ്റ് ആക്കാമെന്ന്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺ. ഓക്കെ, ജസ്റ്റിസ്, ഏത് തരത്തിലുള്ള ജസ്റ്റിസ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ലിബർട്ടി ആണെങ്കിലോ? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, വിശ്വാസത്തിനുള്ള അവകാശം, അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആശയവിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അതേപോലെ വേർഷിപ്പിനുള്ള സ്വാതന്ത്ര്യം. Equality of status of opportunity and to promote among them all. Okay, fraternity, സഹോദര്യം, assume the dignity of each individual and ഓരോ വ്യക്തിയുടെയും ഡിഗ്നിറ്റിയെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് കാത്തു സൂക്ഷിക്കുക? നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കുക. ഓക്കെ, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ദിസ് 26th day of November, 26 നവംബർ 1949 നമ്മൾ എന്ത് ചെയ്യുന്നു? ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗീവ് ടു അവർസെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ദത്തെടുത്ത് അതിനെ ഇനാക്ട് ചെയ്ത്, അതായത് നിയമങ്ങൾ ഉണ്ടാക്കി ആർക്ക് തന്നെ കൊടുക്കുന്നു? നമുക്ക് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രിയാമ്പിളിൽ കുറേ പ്രധാന ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പ്രിയാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ ചേരുവകൾ ചേർത്താണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ പ്രധാനമായിട്ടും പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി, എവിടെ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം കിട്ടുന്നത്, നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണ്, ഓക്കെ,
ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ, ഇപ്പോൾ ഒരു വ്യക്തി എടുത്ത ആ വ്യക്തി ദേശീയക്കാരനാണ് അങ്ങനെയാണെന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ്, ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, ഇനി ഇത് എന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോഴ്സ് ഓഫ് അതോറിറ്റി ആരാണ്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് അല്ലേ. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. സുപ്രീം കോടതി എന്നൊക്കെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, പക്ഷെ അത് തെറ്റാണ്. ആരാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്നത് ആരാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, പീപ്പിൾ ഓഫ് ഇന്ത്യ, ജനങ്ങൾ തെരഞ്ഞെടുത്ത നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഓരോ നിയമവും ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്താണ്? ഇന്ത്യ എങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ്? സോവറിൻ സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ പരമാധികാരമുള്ള സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്, സാമൂഹിക നീതി പുലർത്തുന്ന. അതേപോലെ സെക്കുലർ എന്ന് പറഞ്ഞാൽ റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ അല്ലെങ്കിൽ ഗവൺമെന്റും തമ്മിൽ ഒരു സെക്യുലർ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് പോസിറ്റീവ് ആണ്, നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. സോ പോസിറ്റീവ് മോഡ് ഓഫ് സെക്യുലറിസം ആണ്. അത് ലെറ്റർ നോക്കാം. ഡെമോക്രാറ്റിക് അറിയാം, ജനാധിപത്യം എന്താണ്? ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, അത് തന്നെ. ഓക്കെ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, പിന്നെ റിപ്പബ്ലിക്കൻ പൊളിറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ്? ജസ്റ്റിസ് ഏതൊക്കെ തരത്തിലാണെന്ന് നമ്മൾ കണ്ടു. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്നാണ്? നവംബർ 26, 1949 ആണ് അല്ലേ. ഇനി ഈ ഒരു പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തല്ല? ഒരു പവർ അല്ല, ഒരു ലെജിസ്ലേച്ചറിന് ഒരു പവറും അല്ല. അതേപോലെ തന്നെ ലെജിസ്ലേച്ചറിന്റെ പവറിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുമില്ല, തടയുന്നുമില്ല, ഒന്നും അല്ല ഈ പ്രിയാമ്പിൾ. ഓക്കെ, ഈ പ്രിയാമ്പിളിൽ നിന്ന് ആർക്കും ഒരു അധികാരവും കിട്ടുന്നില്ല. അതേപോലെ തന്നെ പ്രിയാമ്പിൾ ഒരു അധികാരത്തെയും തടയുന്നുമില്ല. ഓക്കെ, നോൺ ജസ്റ്റിസബിൾ ആണ്. ഇപ്പൊ പ്രിയാമ്പിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്കത് പോയി എൻഫോഴ്സ് ചെയ്യണമെന്ന് നമുക്ക് വാദിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു നോൺ ജസ്റ്റിസബിൾ അല്ലെങ്കിൽ നോട്ട് എൻഫോഴ്സബിൾ ഇൻ കോർട്സ് ഓഫ് ലോ. ഓക്കെ, അത് നോട്ട് എൻഫോഴ്സബിൾ ആണ്. ഓക്കെ, ഇനി പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണോ അല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റ് ആ ബുക്കിന്റെ പാർട്ട് അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആ ബുക്കിന്റെ ഒരു ഭാഗമല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പൊ അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ ഒരു പാർട്ടാണോ അല്ലയോ, പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഒരു ഭാഗമാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ബെരുബാരി യൂണിയൻ കേസ് 1960 സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് 1973 കോടതി അത് തിരുത്തുന്നുണ്ട്. ബെരുബാരി കേസിൽ പറഞ്ഞ കാര്യം എന്താണ്? പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രിയാമ്പിൾ ഒരു ഭാഗമാണെന്ന് കോടതി പറയുന്നു. ഇനി യൂണിയൻ ഗവൺമെന്റ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995 സുപ്രീം കോടതി ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ് എന്താണ്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും മാറ്റി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ എന്തല്ല? നോട്ട് ഡയറക്ട്ലി എൻഫോഴ്സബിൾ ഇൻ എ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇൻഡയറക്ട്ലി എൻഫോഴ്സബിൾ ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻഡയറക്ട്ലി എൻഫോഴ്സബിൾ ആണ്. ഏതൊക്കെ വഴിയിൽ? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, DPSPയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ എന്താണ്? നമ്മുടെ ഈ പ്രിയാമ്പിളിലുള്ള ആശയമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിലും DPSPയിലും ഒക്കെ വെളിവാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻഡയറക്ട്ലി എൻഫോഴ്സബിൾ ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അമെൻഡബിലിറ്റി ഓഫ് ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നമ്മൾ പഠിച്ച 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976 വഴി 3 വേർഡ്സ് കൊണ്ടുവന്നല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ? അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നുണ്ട് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി എടുക്കുമ്പോൾ ഒരു മനുഷ്യൻ എടുക്കുമ്പോൾ ആ മനുഷ്യന്റെ ബേസിക് ഫീച്ചർ ആണല്ലേ ആ മനുഷ്യൻ നിൽക്കുക, അല്ലെങ്കിൽ 2 കൈ 2 കാല്, അങ്ങനെയുള്ളതൊക്കെ അല്ലേ. ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഭരണഘടനയുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചർ, അതുകൊണ്ട് മെയിൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതിന്റെ തന്നെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? അത് അമെൻഡബിൾ ആണ്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
അതിൻ്റെ ബേസിക് എലമെൻസിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും അൾട്ടർ ചെയ്യുവാണെങ്കിൽ അതിനെ വോയിഡ് ആയിട്ട് കണക്കപ്പെടും എന്ന് ജുഡീഷ്യൽ റിവ്യൂവിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ലേറ്റർ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ടോപ്പിക്കിൽ നോക്കുന്നതാണ്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിയാമ്പിൾ ഇറ്റ്സെൽഫ് നോട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് തന്നെ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ല. പ്രിയാമ്പിൾ കണ്ടെയ്ൻസ് എന്താണ്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിൽ ഉണ്ട് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ബട്ട് പ്രിയാമ്പിൾ ഇറ്റ്സെൽഫ് നോട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഈ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്ന ഫസ്റ്റ് വേർഡാണ് സോവറിൻ എന്ന് പറയുന്നത്. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പരമാധികാരം. ഓക്കെ, പരമാധികാരം, ഇന്ത്യക്ക് പരമാധികാരം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മുടെ ഇന്റേണൽ അഫയേഴ്സിൽ ഒരിക്കലും എക്സ്റ്റേണൽ ആയിട്ട് ഒരു കൺട്രിക്കും ഇടപെടാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് ആൻഡ് സുപ്രീം പവർ നോട്ട് സബ്ജക്റ്റ് ടു കൺട്രോൾ എനി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ അതോറിറ്റി. നമ്മുടെ ഇന്റേണൽ അതോറിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ അതോറിറ്റിക്ക് പോലും എന്തേലും ഒരു സബ്ജക്റ്റിൽ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്താണ്, പരമാധികാരമുള്ളൊരു രാജ്യമാണ്. ഓക്കെ, എവിടെ നിന്നാണ് ഈ പരമാധികാരം കിട്ടുന്നത് ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്ത് തരാണ്, നമ്മൾ പറഞ്ഞു, നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഇനാക്ട് ചെയ്ത് നമുക്ക് തന്നെ കൊടുക്കുന്നു. സോ അവിടെ അധികാരം, സോഴ്സ് ഓഫ് അതോറിറ്റി എവിടെയാണ്, പീപ്പിൾ ദംസെൽസ്. അതേപോലെ തന്നെ ആ പരമാധികാരം എന്നുള്ളൊരു അധികാരം കൊടുക്കുന്നത് എവിടെ നിന്നാണ്, ആരാണ്, പീപ്പിൾ ദംസെൽസ് തന്നെയാണ്. ഓക്കെ, പീപ്പിൾ ആണല്ലേ. ഓക്കെ, ഓൾ ദ ഓർഗൻസ് അല്ലെങ്കിൽ ഫങ്ഷണറി ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഡ്രോ ദെയർ പവർ ഓൺലി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇനി യൂണിയനിലായിക്കോട്ടെ സ്റ്റേറ്റ് ലെവലായിക്കോട്ടെ എല്ലാ ഓർഗൻസും എന്താണ്, പവർ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, പീപ്പിൾസിൽ നിന്നാണ്. ഒരു പരമാധികാരമുള്ള സ്റ്റേറ്റ് എന്ന നിലയിൽ ഇന്ത്യക്ക് മറ്റൊരു ഫോറിൻ ടെറിട്ടറി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൺട്രിയുടെ ഭാഗമാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കൺട്രിയുടെ ഒരു ഭാഗം ഒരു ഫോറിൻ സ്റ്റേറ്റിന് വിട്ടുകൊടുക്കാനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. ഓക്കെ, നമുക്കറിയാം സോഷ്യലിസം ക്യാപിറ്റലിസം മിക്സഡ് എക്കണോമി ഉണ്ടല്ലേ. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക് പ്രോപ്പർട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഈക്വൽ ഡിവിഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം തുല്യമായി വീതിക്കുക എന്നാണ്. ഓക്കെ, പക്ഷേ ക്യാപിറ്റലിസത്തിൽ എന്താണ്, പ്രൈവറ്റ് ഓണർഷിപ്പിനാണ്, അവിടെ കൂടുതൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്ട്രീം വെൽഫെയർ ഓറിയന്റഡ് മാത്രമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു പ്രോഫിറ്റ് ലാഭം ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് എന്താണ്, മിക്സഡ് എക്കണോമിയാണ്. അവിടെ എന്തുണ്ട്, ബോത്ത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ട്, പബ്ലിക് ഓണർഷിപ്പ് ഉണ്ട്. അതായത് PDS പോലെയൊക്കെ വന്നിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പോലെയുള്ള ഗവൺമെന്റ് അതോറിറ്റി ഉണ്ട്. അതേപോലെ എന്തുണ്ട്, പ്രൈവറ്റ് പീപ്പിൾസിനും പ്രോപ്പർട്ടി ഓൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒരു മിക്സഡ് എക്കണോമിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് അതുവഴി എന്ത് പറ്റുന്നുണ്ട്, കൺട്രിയുടെ എക്കണോമിക് ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് പ്രോഫിറ്റും കൂട്ടാൻ സാധിക്കും. അതേ കൺട്രിയുടെ ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പോവേർട്ടി, ഇഗ്നോറൻസ്, ഡിസീസ്, ഇൻഇക്വാളിറ്റി പോലുള്ള കാര്യങ്ങളും എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സഡ് എക്കണോമി നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഒരു ബ്ലെൻഡാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എങ്ങോട്ടായിരിക്കും, ഓഫ് കോഴ്സ് ഗാന്ധിയൻ സോഷ്യലിസത്തോട് ആണ്. ഓക്കെ, ഇനി ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണോ അല്ലയോ. ഓക്കെ, ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ എന്താണ് സെക്കുലറിസം എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രിക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നാണ് സെക്കുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം അത് വന്നിട്ടൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിനെയും റിലീജിയനെയും സ്ട്രിക്റ്റ് ആയിട്ട് മാറ്റി നിർത്തുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലീജിയൻ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിലും സ്റ്റേറ്റിന് ഇടപെടാൻ സാധിക്കത്തില്ല. അതിനർത്ഥം എന്താണ്, റിലീജിയൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്റ്റേറ്റിന് ഒരിക്കലും ഇടപെടാൻ സാധിക്കില്ല. സോ അതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ് സെക്കുലറിസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ മോഡ് ഓഫ് സെക്കുലറിസം എന്ന് പറയുന്നത് എന്താണ്, വളരെ യുണീക്കാണ്. ഓക്കെ, യുണീക്കാണ്. കാരണം എന്താണ്, നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, പോസിറ്റീവ് മോഡ് ഓഫ് സെക്കുലറിസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പോസിറ്റീവ് മോഡ് ഓഫ് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ത്യക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിലീജിയനെയും എന്ത് ചെയ്യുന്നില്ല,
സ്വന്തം സ്റ്റേറ്റിൻ്റെ റിലീജിയനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലേ? നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ബോളാണ്. പല റിലീജിയനും അതേപോലെ തന്നെ പല കൾച്ചേഴ്സും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ റിലീജിയനെയും എല്ലാ മതങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേപോലെ ഈക്വൽ റെസ്പെക്റ്റ് കൊടുത്ത് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിയുടെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയാൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മോഡ് ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ, അവർക്ക് അതേപോലെ റിലീജിയസിന് ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ് 25 to 28 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അതിനായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ടോപ്പിക്കിൽ നോക്കും. ഓക്കെ, ഇനി സെൻറ്റ് സേവിയർ കോളേജ് വേഴ്സസ് ഗുജറാത്ത് 1974 കേസിൽ കോടതി പറയുന്നുണ്ട് എന്താണ്? സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നെയ്തർ ആൻറ്റി ഗോഡ്, ദൈവത്തിനെതിരുമല്ല, അതേപോലെ പ്രോ ഗോഡ്, ദൈവത്തെ അനുകൂലിക്കുന്നുമില്ല. എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വിശ്വാസത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വിശ്വാസമുള്ളവനാണേലും ശരി വിശ്വാസമില്ലാത്ത ഒരാളെ ആണേലും ശരി എല്ലാവരെയും ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇറ്റ് റിമൂവ്സ് ഗോഡ് ഫ്രം ഗവൺമെൻറ്റൽ അഫയേഴ്സിൽ നിന്ന് റിലീജനെ മാറ്റി നിർത്തുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? എൻഷുർ ദാറ്റ് നോ വൺ ഈസ് ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ റിലീജിയസ് ബിലീഫ്. ഓക്കെ, മതപരമായ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാളും വേർതിരിക്കപ്പെടുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഈവൻ ദോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ് നോട്ട് സ്പീക്ക് എ സെക്യുലർ സ്റ്റേറ്റ് therefore it could be no doubt the constitution, അതായത് സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് എവിടെയും പറയുന്നില്ല. പ്രിയാമ്പിൾ സെക്യുലർ വേർഡ് എന്നുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി. പക്ഷേ എന്നാലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്ത സമയം തൊട്ടേ ഉണ്ടായിരുന്നു. അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽഡേഴ്സും അങ്ങനെ ഒരു സെക്യുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് മോഡ് ഓഫ് സെക്യുലർ സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് മോഡ് ഓഫ് ഗവൺമെൻറ് ആണ്. ഡെമോക്രാറ്റിക് മോഡ് ഓഫ് ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഭരണാധികാരികളെ എലക്ട് ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ അഡൾട്ട് ആയിട്ടുള്ള വ്യക്തിക്കും അഡൾട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിലാണ്. അതായത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ വോട്ട് ഉണ്ടാവും. അത് പ്രകാരമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ് എങ്ങനെ ഭരിക്കണം എന്ന് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം പ്രകാരമാണ് അവർ ഭരിക്കുന്നത്. ഓക്കെ, അതേപോലെ സിറ്റിസൺസിൻ്റെ റൈറ്റും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ എന്തായിരിക്കും ഡെമോക്രാറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ബേസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെയും പോയി കാശ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അവിടെ ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് സാധിക്കും അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണ്? അവിടെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരായിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമം മാറ്റുന്ന സമയത്ത് അവിടെ അവരായിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആളാണ്. സോ അതുകൊണ്ട് തന്നെ ആർക്കാണ് അധികാരം? എവിടെ നിന്നാണ് സോഴ്സ് ഓഫ് അതോറിറ്റി? പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, അപ്പം പോപ്പുലർ സോവർണിറ്റി ദാറ്റ് ഈസ് പൊസഷൻ ഓഫ് പോപ്പുലർ സോവർണിറ്റി ആണ്. പോപ്പുലർ സോവർണിറ്റി എന്ന് പറഞ്ഞാൽ സുപ്രീം പവർ എവിടെ നിന്നാണ്? ബൈ ദ പീപ്പിളിൽ നിന്നാണ്. ഓക്കെ, ഇനി ഡെമോക്രസി എന്ന് പറയുമ്പം 2 types ഓഫ് ഡെമോക്രസി ഉണ്ട്. ഓക്കെ, 2 തരത്തിലുള്ള ഡെമോക്രസി ഉണ്ട്. ഒന്നാണ് ഡയറക്റ്റ് ഡെമോക്രസിയും പിന്നെ ഒന്ന് ഇൻഡയറക്റ്റ് ഡെമോക്രസിയും. ഓക്കെ, ഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഡയറക്റ്റ്ലി പീപ്പിൾ എന്ത് ചെയ്യും? അവരുടെ പവർ എക്സസൈസ് ചെയ്യും. ഓക്കെ, അതാണ് എവിടെ? സ്വിറ്റ്സർലാൻഡിലൊക്കെ പോലെ. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? നിയമം തയ്യാറാക്കുന്നതും അതേപോലെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യം സഭയിൽ ഉന്നയിക്കുന്നതും പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതും ഒക്കെ. പക്ഷേ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പം ജനങ്ങൾ നേരിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഡെമോക്രസിയിൽ 4 ഡിവൈസസ് ഉണ്ട്. അത് ഒന്ന് നോക്കി വെക്കുക. റഫറൻഡം, ഇനീഷ്യേറ്റീവ്, റീകോൾ, പ്ലെബിസൈറ്റ് എന്നീ 4 എന്നിങ്ങനെ 4
ഡിവൈസസ് ആണ് ഉള്ളത്. ഓക്കെ ഓക്കെ റെഫറൻഡം എന്ന് പറയുമ്പം അവിടെ പീപ്പിൾ എന്ത് ചെയ്യുന്നു, അവിടെ പ്രൊപ്പോസ്ഡ് ലെജിസ്ലേഷൻ ആണ്. ഓക്കെ അവർ തന്നെ എന്ത് ചെയ്യുന്നു, നേരിട്ട് വോട്ട് ചെയ്യുന്നു. ഓക്കെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീപ്പിൾസിന് വന്നിട്ട് ഒരു പുതിയൊരു ബില്ല് ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ ബില്ല് എന്ത് ചെയ്യാം, പ്രൊപ്പോസ് ചെയ്യാം. അതാണ് ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീകോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ഒരു റെപ്രസെൻറ്റേറ്റീവിനെ എന്ത് ചെയ്യുക, അവർക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അയാൾ ശരിക്കും ഡ്യൂട്ടി ചെയ്തില്ല അല്ലെങ്കിൽ അയാളുടെ എക്സ്പയറി ഓഫ് ടേമിന് മുന്നേ അയാൾ എന്തെങ്കിലും അയാളുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തിയാൽ, അവിടെ എന്തെങ്കിലും വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് ഡയറക്റ്റ്ലി അയാളെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്ലെബിസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസൈഡ് ബിഗ് ഇഷ്യൂ, അതായത് ജനറലായിട്ട്, അതായത് ജനങ്ങളെ ബാധിക്കുന്ന ജനറലായിട്ട് ഇഷ്യൂസ്, പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഇഷ്യൂസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിസ്കസ് ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ്ലി ആണ് ഇതൊക്കെ. ഓക്കെ ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പം നമ്മുടെ ഫോളോ ചെയ്യുന്ന പോലെ എന്താണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ് ആണ് അവിടെ നിയമം പാസ്സാക്കുന്നതും, നമുക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തില്ല, അയാളുടെ കാലാവധിക്ക് മുന്നേ പെർഫോം ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിനെ അവിടുന്ന് റിമൂവ് ചെയ്യുന്നതൊക്കെ ആരായിരിക്കും, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഓക്കെ ഡെമോക്രാറ്റിക് എന്ന ടേം പ്രിയാമ്പിളിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് സോഷ്യലും എക്കണോമിക് ഡെമോക്രസിയും അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റിസും അതേപോലെ തന്നെ വെൽഫെയറും എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ത്, സോഷ്യൽ ഡെമോക്രസിയുടെ ബേസ് ആണെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത്, പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ഇല്ലാതെ ഒരിക്കലും പൊളിറ്റിക്കൽ ഡെമോക്രസി ലാസ്റ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ വാട്ട് ഡസ് സോഷ്യൽ ഡെമോക്രസി മീൻ, എന്നാൽ സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് മീൻസ് എ വേ ഓഫ് ലൈഫ് വിച്ച് റെക്കഗ്നൈസ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഓക്കെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാതെ ഒരിക്കലും പൊളിറ്റിക്കൽ ഡെമോക്രസി ലാസ്റ്റ് ചെയ്യില്ല എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. ഓക്കെ ഈ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് അവരൊരു 3 യൂണിയൻ ആണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒന്നിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതായത് ഫ്രട്ടേണിറ്റി ഇല്ലാതെ ലിബർട്ടി ഇക്വാലിറ്റിയോ, ലിബർട്ടി ഇല്ലാതെ ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റിയോ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഓക്കെ എന്ന് വെച്ചാൽ വിത്തൗട്ട് ഇക്വാലിറ്റി, ഇക്വാലിറ്റി ഇല്ലാതെ, സമത്വമില്ലാതെ ലിബർട്ടി മാത്രമുണ്ട്, ഒരാൾക്കും സമത്വം ഇല്ല. പക്ഷെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം, സുപ്രമസി ഓഫ് യു, കുറച്ച് ആൾക്കാർക്ക് മാത്രം സുപ്രമസി ആകും. ഓക്കെ അതേപോലെ തന്നെ എന്താണ്, വിത്തൗട്ട് ലിബർട്ടി, സ്വാതന്ത്ര്യമില്ല പക്ഷെ സമത്വം മാത്രമുണ്ട്, എല്ലാവരും തുല്യരാണ്, സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അവിടെ എന്ത് പറ്റും, ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്, ഓക്കെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് അവിടെ തടസ്സപ്പെടുകയാണ്. ഓക്കെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഇനി നെക്സ്റ്റ് റിപ്പബ്ലിക്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആരെലക്ട് ചെയ്യുന്നതാണ്, നേരിട്ടോ ഇൻഡയറക്ട്ലിയോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ അതായത് അവിടുത്തെ ഹെഡിനെ തിരഞ്ഞെടുക്കുന്ന ആരായിരിക്കണം, ഡയറക്ട്ലി, നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സ് അവർ വോട്ട് ചെയ്ത് ഹെഡിനെ തിരഞ്ഞെടുക്കുന്നതിനാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ട്ലി വോട്ട് ചെയ്യുന്നത്. ഓക്കെ അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഫോം ഓഫ് ഗവൺമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ അതായത് ഒരു ഹയറാർക്കി അല്ലാതെ, അതായത് ഒരു ഹെറിഡിറ്ററി അല്ലാതെ, അതായത് ഒരു മറ്റേ കിങ് പാരമ്പര്യം ഫോളോ ചെയ്യാതെ ജനങ്ങളാൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി തിരഞ്ഞെടുക്കപ്പെട്ട തരത്തിലുള്ള ഗവൺമെൻറ്റിനെയാണ് റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. മറ്റേതിനെ മൊണാർക്കിൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ചോദിച്ചാൽ എന്താണ്, റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. പക്ഷേ എങ്ങനത്തെ റിപ്പബ്ലിക് ആണ്, നമ്മൾ ഡയറക്ട്ലി ആണ് നമ്മുടെ ഹെഡിനെ എലക്ട് ചെയ്യുന്നത്, അല്ല ഇൻഡയറക്ട്ലി എലക്ട് ചെയ്ത ഗവൺമെൻറ് ആണ്. ഓക്കെ അതേപോലെ തന്നെ ഈ റിപ്പബ്ലിക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ്, അല്ലെങ്കിൽ എല്ലാ
ഓഫീസും പബ്ലിക് ഓഫീസും എല്ലാ സിറ്റിസണും എപ്പോൾ വേണേലും കയറി ചെല്ലാം. ഇപ്പോൾ ഒരു രാജഭരണം നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ എപ്പോഴും നമുക്ക് കിങ് ഭരിക്കുന്നിടത്ത് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ജനങ്ങളാലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പബ്ലിക് ഓഫീസിലേക്കും എപ്പോൾ വേണമെങ്കിലും ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സസിന് മാത്രമല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്കവിടെ കയറി ചെല്ലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീപ്പിളിന് വന്നിട്ട് അവരുടെ ബേസിക് നീഡ്സ് എൻഷുർ ചെയ്യുക. അതായത് എന്താണ്, ഫുഡ്, ക്ലോത്തിങ്, ഹൗസിങ്, ഓക്കെ, ഇതുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഇതിനെ പ്രൊമീസ് ചെയ്യുക എന്നതാണ് ജസ്റ്റിസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുവഴി എന്ത് എൻഷുർ ചെയ്യുന്നു, ഒരു ഹ്യൂമൻ അയാളുടെ ഡിഗ്നിറ്റിയോടുകൂടി അല്ലെങ്കിൽ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ജീവിക്കാനുള്ള അയാളുടെ അവകാശമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നു, എല്ലാ സിറ്റിസനെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക എന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാസ്റ്റിന്റെ പേരിലോ കളർ, റേസ്, റിലീജിയൻ, സെക്സിന്റെ പേരിലോ ഒരു വ്യത്യാസമില്ലാതെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദി പീപ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, റിച്ച് പീപ്പിൾ, പുവർ പീപ്പിൾ, അതിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ നേരിടാതിരിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് എക്കണോമിക് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിറ്റിസൺസിനും തുല്യമായ പൊളിറ്റിക്കൽ റൈറ്റ്സും അതേപോലെ തന്നെ എല്ലാ പബ്ലിക് ഓഫീസേഴ്സിലേക്കും അതേപോലെ ഗവൺമെന്റിൽ ഒരു ആശയം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ തുല്യമായ അവകാശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് ലിബർട്ടി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ, ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ്, എന്തില്ല, തടസ്സങ്ങളില്ല. ഓക്കെ, ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തില്ല, ഒരു തടസ്സങ്ങളും ഇല്ല, അയാൾക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷെ എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം എന്നാണോ? അല്ല, അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലിബർട്ടിയിൽ എന്ത് പറ്റും, ഗവൺമെന്റിന് വേണമെങ്കിൽ കുറെ ലിമിറ്റേഷൻ കൊണ്ടുവരാം. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. ഓക്കെ, ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ ഓരോ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അതേപോലെ തന്നെ ലിബർട്ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല ബട്ട് ക്വാളിഫൈഡ്. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യം വയലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടപ്പെടുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ അത് വയലേറ്റ് ചെയ്താൽ അതെന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്യാം. സോ അതുകൊണ്ടാണ് ഇവിടെ ബട്ട് ക്വാളിഫൈഡ് എന്ന് പറയുന്നത്. ഇത് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി നമ്മുടെ പ്രിയാമ്പിൾ കാണുന്നത് നമ്മൾ എവിടെ എടുത്തെന്നാണ് നമ്മൾ പറഞ്ഞത്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പം സമത്വം. ഇക്വാലിറ്റി എന്ന് പറയുമ്പം എന്താണ്, ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്, അതായത് സ്പെഷ്യലായിട്ട് ഒരു പരിഗണനയില്ല. ഓക്കെ, അതില്ല എന്നതാണ് സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കും ഒരു സ്പെഷ്യൽ പരിഗണനയില്ല, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും അതേപോലെ തന്നെ തുല്യമായ അവസരങ്ങളും എൻഷുർ ചെയ്യുന്നു. ഒരു കാസ്റ്റിന്റെയോ റേസിന്റെയോ സെക്സിന്റെയോ റിലീജിയന്റെയോ ഒക്കെ പേരിൽ വ്യത്യാസമില്ലാതെ എൻഷുർ ചെയ്യുന്നു. അതാണ് ഇക്വാലിറ്റി, സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉണ്ട്, എക്കണോമിക് ഇക്വാലിറ്റി ഉണ്ട്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു വ്യക്തി ആർട്ടിക്കിൾ 325 പ്രകാരം ഇലക്ടോറൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, അതായത് വോട്ടിംഗ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് റിലീജിയന്റെയും റേസിന്റെയും കാസ്റ്റിന്റെയും സെക്സിന്റെയും പേരിൽ ഇൻഎലിജിബിൾ ആണെന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുമുള്ള എലക്ഷൻ എന്തിന്റെ ബേസിലായിരിക്കും, ആർട്ടിക്കിൾ 326 പ്രകാരം അഡൾട്ട് ഫ്രാഞ്ചൈസിന്റെ ബേസിലായിരിക്കും. എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞ വ്യക്തി എങ്ങനെയായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇനി എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, DPSP ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്, മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ ഈക്വൽ റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുണ്ട്. അതായത് തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം, മെന്നോ വിമണെന്നോ ഒരു വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യുക, മെന്നും വിമനും ചെയ്യുന്നത് സെയിം ജോലിയാണെങ്കിൽ, സോ തുല്യമായ ജോലിയാണെങ്കിൽ തുല്യമായ വേതനങ്ങൾ നൽകണം എന്നതാണ് എക്കണോമിക് ഇൻക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രട്ടേണിറ്റി. ഓക്കെ, ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പം സ്വാതന്ത്ര്യം. ഓക്കെ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സഹോദര്യം എന്നുള്ള ബന്ധം. ഇന്ത്യയിലുള്ള എല്ലാ
നമ്മൾ പ്ലഡ്ജിൽ പറയുന്ന പോലെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നതുപോലെ, അതായത് ഒരു സ്വാർത്ഥതയില്ലാതെ നമ്മളെല്ലാം ഒരു രാജ്യക്കാരാണ്, നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരി സഹോദരന്മാരെന്നുള്ള ചിന്തയോട് കൂടിയുള്ളതാണ് ഫ്രട്ടേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, ആ വ്യക്തിയുടെ ഡിഗ്നിറ്റിയും അതേപോലെ തന്നെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നമ്മളെ സ്നേഹിക്കും, അതേപോലെ നമ്മുടെ ഒരു കൺസിഡറും ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഒരു ഫാമിലിയിൽ ഒരു യൂണിറ്റി ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ നേഷനിലുള്ള എല്ലാവരെയും എന്താകുക? നമ്മളൊരു ബ്രദർലി ഹുഡോട് കൂടി കാണുമ്പോൾ, ഒരു ബ്രദർഹുഡോട് കൂടി നമ്മൾ ആ ഒരു സെൻസോട് കൂടി നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ എന്താണ്? യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് പ്രിയാമ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ്? എന്താണ് പ്രിയാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പ്രിയാമ്പിളിന് വന്നിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നോബിൾ വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ട്. ഓക്കെ, ഇനി അല്ലാതെ കൃഷ്ണസ്വാമി അയ്യർ പറയുന്നത് എന്താണ്? ദ പ്രിയാമ്പിൾ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് എക്സ്പ്രസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രെംറ്റ് സോ ലോങ്. നമ്മൾ എന്താണ് ഇത്ര നാൾ സ്വപ്നം കണ്ടത്, അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിൽ പറയുന്നത് എന്നാണ് ശ്രീ അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ പറയുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിവരിച്ച് വെച്ചിരിക്കുന്ന സാധനം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ലെങ്തിയസ്റ്റ് റിട്ടേൺ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? സോ അതുകൊണ്ട് തന്നെ ആ ലെങ്തിയസ്റ്റ് റിട്ടേണിൽ എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളാണ് നമ്മുടെ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, KM മുൻഷി പറയുന്നത് എന്താണ്? ഹോറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതായത് നമ്മുടെ പരമാധികാരമുള്ള ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഹോറോസ്കോപ്പ് ആണെന്നാണ് പറയുന്നത്, ജാതകം എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, KM മുൻഷി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലായ കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.